Hi everyone, I am Divya. I am a registered nurse here in Canada. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സൺസ്ക്രീനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് യു വി റേസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. യു വി എ, യു വി ബി, യു വി സി അങ്ങനെ 3 ടൈപ്പ് യു വി റേസ് ആണുള്ളത്. യു വി എ ഇസ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദ 95% ഓഫ് ദ യു വി റേസ് റീച്ചിങ് ദി എർത്ത്. യു വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. അപ്പോൾ അത് ഡീപ്ലി നമ്മുടെ സ്കിന്നിനെ പെനിട്രേറ്റ് ചെയ്യാൻ കേപ്പബിൾ അല്ല. സോ ഇറ്റ് കോസസ് മെയിൻലി സൺബേൺസ്. നമ്മളപ്പോൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് യു വി എ പ്രൊട്ടക്ഷനും യു വി ബി പ്രൊട്ടക്ഷനും തരുന്ന സൺസ്ക്രീൻസ് ചൂസ് ചെയ്യുക. യു വി സി എന്ന് പറഞ്ഞ റേസ് കംപ്ലീറ്റ്ലി അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് എർത്തിൽ റീച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കൺസേൺഡ് ആയിരിക്കേണ്ടത് യു വി എ ആൻഡ് ബി റേസിനെ കുറിച്ചാണ്. സോ ഇനി നമുക്ക് സൺസ്ക്രീനെ കുറിച്ച് നോക്കാം. സൺസ്ക്രീൻ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ ഓർ മിനറൽ സൺസ്ക്രീൻ, സെക്കൻഡ് വൺ ഇസ് കെമിക്കൽ സൺസ്ക്രീൻ, ആൻഡ് ദ തേർഡ് വൺ ദർ ഇസ് കോമ്പിനേഷൻ സൺസ്ക്രീൻ വിച്ച് ഇസ് കോൾഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. ഇനി നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീനെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ആണ്. ദിസ് ഇസ് ദ മോസ്റ്റ് റെക്കമെൻഡഡ് സൺസ്ക്രീൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സൺ ബ്ലോക്കേഴ്സ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺ റേസ് നമ്മുടെ സ്കിന്നിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എഫക്റ്റീവ് റൈറ്റ് അവേ നമ്മളൊരു 30 മിനിറ്റ്സ് മുമ്പൊന്നും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് ഇറങ്ങാവുന്നതാണ്. ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺ ബ്ലോക്കേഴ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി മേടിച്ചതാണത്. ലാറോഷ് പോസെ എന്ന് പറഞ്ഞിട്ട് ഒരു 50 SPF ഉള്ള ഒരു സൺസ്ക്രീനാണിത്. ദിസ് വൺ റൈറ്റ് ഹിയർ. ഇതിനൊരു ടിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് യുവർ സ്കിൻ ഓയിലി. ഇനി ഞാൻ ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ ബ്രാൻഡാണത്. അപ്പം ഞാനത് നാട്ടിൽ പോയപ്പം കുറച്ച് പ്രോഡക്റ്റ്സ് ഇവരുടെ നിന്ന് മേടിച്ചായിരുന്നു. അപ്പം അവർ ഒരു സാമ്പിൾ എനിക്ക് തന്നതാണിത്. ഇത് ഞാൻ യൂസ് ചെയ്തു. വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് തോന്നിയത്. ഇതിനും ഒരു 50 SPF ഉണ്ട്. ഇനി ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൺസ്ക്രീനിൻ്റെ 2 ഓപ്ഷൻ കാണിക്കാം. ലാസ്റ്റ് ഇയർ ഞങ്ങൾ യൂസ് ചെയ്തതാണ് ഈ ബ്ലൂ ലിസർഡിൻ്റെ ഒരു ഓസ്ട്രേലിയൻ സൺസ്ക്രീനാണിത്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ വേറൊരു ഓപ്ഷൻ ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് തിങ് ബേബി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് സിങ്ക് ഓക്സൈഡ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ആമസോണിൽ അവൈലബിൾ ആണ്. ഇനി അടുത്ത കാറ്റഗറിയിലുള്ള സൺസ്ക്രീനാണ് കെമിക്കൽ സൺസ്ക്രീൻ. അതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓക്സി ബെൻസോണും ഏവോ ബെൻസോണും ആണ്. ഇതിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ യു വി റേസിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ഹീറ്റ് വേവായിട്ട് പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ, അത് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിനറൽ സൺസ്ക്രീൻ ആണെങ്കിൽ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അപ്പം സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഈ കെമിക്കൽ സൺസ്ക്രീൻ റെക്കമെൻഡഡ് അല്ല. പിന്നെ ഇത് ലൈറ്റർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കെമിക്കൽ സൺസ്ക്രീനാണ്. പക്ഷേ സേഫർ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും മിനറൽ സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് വർക്കൗട്ട് ആവുന്നത് ആ ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. പിന്നെ നമുക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുള്ളത്. ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് എക്സ്പോഷർ ഇല്ല സണ്ണുമായിട്ട്, എന്നാൽ പോലും ഇൻഡയറക്റ്റ്ലി ഈ യു വി റേസ് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് റെക്കമെൻഡഡ് ആണ്. യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ബെൻസീൻ എന്ന് പറഞ്ഞൊരു കോമ്പോണൻറ്റ്, ഒരു ഹാംഫുൾ ആയിട്ടുള്ള ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പോണൻറ്റ് നമ്മൾ സൺസ്ക്രീനിൽ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ചില പ്രോഡക്റ്റ്സ് ഒക്കെ റീകോൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആസ് സച്ച് ഒരു പ്രോഡക്റ്റിലോട്ട് അവർ ആഡ് ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എയറോസോൾ പ്രോഡക്ട്സ്
യൂസ് ചെയ്യാതെ ലോഷൻ ടൈപ്പുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനറൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.